128 വർഷത്തിനു ശേഷം ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തുന്നു. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെയും വനിതകളുടെയും 6 വീതം ടീമുകളാണ് ഒളിമ്പിക്സ് ക്രിക്കറ്റിന് അണിനിരക്കുകയെന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അതായത് IOC അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 100ഓളം രാജ്യങ്ങളിൽ കളിക്കുന്ന 2020 ഫോർമാറ്റിലാകും മത്സരങ്ങൾ സംഘടിപ്പിക്കുക. പരമാവധി 15 പേരടങ്ങിയ സംഘത്തെയാണ് ടീമുകൾ അയക്കേണ്ടത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമമായിട്ടില്ല. ആതിഥേയരായ US-ന് നേരിട്ട് യോഗ്യത ലഭിച്ചേക്കും. ക്രിക്കറ്റിന് പുറമെ സ്ക്വാഷ്, ഫ്ലാഗ് ഫുട്ബോള്, ബേസ്ബാള്, ലാക്രോസ് എന്നിവയും 2028 ഒളിമ്പിക്സിൽ പുതിയ മത്സര ഇനങ്ങളായിരിക്കും. 1900 പാരീസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന ദ്വിദിന മത്സരം നിലവിൽ അനൌദ്യോഗിക ടെസ്റ്റുകളായി കണക്കാക്കുകയാണ്. 1998 പുരുഷന്മാർ മാത്രമായിരുന്നു. 2022 വനിതകൾ മാത്രവും. കോമൺവെൽത്ത് ഗെയിംസിൽ ക്രിക്കറ്റ് ഉൾപ്പെട്ടിരുന്നു. 2010, 2014, 2023 വർഷങ്ങളിൽ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാർക്കും വനിതകൾക്കും 2020 ഫോർമാറ്റിൽ ക്രിക്കറ്റ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, അയർലാൻഡ്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നീ 12 പ്രമുഖ ടീമുകൾ മുഴുവൻ സമയ അംഗങ്ങളും 94 അസോസിയേറ്റ് അംഗങ്ങളുമാണുള്ളത്. ആഗോളതലത്തിൽ ക്രിക്കറ്റിന് പ്രചാരണം വർദ്ധിച്ചു എന്ന വിലയിരുത്തലിലൂടെയാണ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. പുരുഷന്മാരിൽ ഇന്ത്യയും വനിതകളിൽ ന്യൂസിലാൻഡുമാണ് നിലവിൽ 2020 ലോക ചാമ്പ്യന്മാർ.